സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 7, 1-2 തിരുവചനങ്ങൾ. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ എൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങളെ 7-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ അനുസരിച്ച് നടക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിച്ച് നടക്കേണ്ട ആവശ്യകതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. നാം ജീവിച്ചിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൂടി ആവശ്യകതയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. അവിടെ നമ്മുടെ സ്വർഗീയ പിതാവാണ്. അവിടെ നമ്മെ സ്നേഹിക്കുന്നു. നാം ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾ പല ഉപമകളിലൂടെ, പല രൂപത്തിൽ, പല പ്രവാചകന്മാരാൽ, അവിടുന്ന് തിരഞ്ഞെടുത്ത പല ദൈവദാസന്മാരാൽ രചിച്ച് നമുക്ക് നൽകുവാനിടയായത്. ഈ തിരുവചനം നാം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുവാനാണ് സദൃശവാക്യങ്ങൾ 7-1 പറയുന്നത്. ഉള്ളിലെന്നാൽ ഹൃദയത്തിലെന്നാണ് അതിനർത്ഥം. ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം പാപത്തെ വിട്ട് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അവിടുത്തെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുവാൻ. ഈ കൽപ്പനകൾ നാം കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളാനാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കണ്ണിനെ നാം എത്ര ജാഗ്രതയോടെയാണ് സൂക്ഷിക്കുന്നത്. ഒരു കാറ്റ് വരുമ്പോൾ, പൊടി ഉയരുമ്പോൾ ഒക്കെ നാം നമ്മുടെ കണ്ണുകളെ അടച്ച് നാം സൂക്ഷിക്കാറുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും കാത്തുകൊള്ളുവാനാണ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. അതിൻ്റെ ഫലം കൂടെ ഇവിടെ പറയുന്നുണ്ട്. നീ ജീവിച്ചിരിക്കേണ്ടത്. നാം ഈ ഭൂമിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ആയുരാരോഗ്യത്തോടും ദീർഘായുസ്സോടും ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ദൈവപിതാവ്, മകനെ എന്ന് വിളിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. മകനെ എന്ന് വിളിക്കുവാൻ ഏറ്റവും കൂടുതൽ അവകാശം പിതാവിനാണ്. സ്വർഗീയ പിതാവ് ഇവിടെ മകനെ, സ്ത്രീകളെ സംബന്ധിച്ച് മകളെ എന്ന് വിളിച്ചുകൊണ്ട് അരുളി ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് എഴുതി നൽകിയിരിക്കുന്ന എൻ്റെ കൽപ്പനകളെ നിങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിച്ച് ആ കൽപ്പനകളെ, ഉപദേശങ്ങളെ നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊണ്ടാൽ നിങ്ങൾ ജീവിച്ചിരിക്കുവാനിടയാവും. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യജീവനെ സ്വന്തമാക്കുവാനും ഈ വചനങ്ങൾ നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അനുസരിച്ച് നടക്കേണ്ടതുണ്ട്.
ആമേൻ.